നമസ്കാരം. നമസ്കാരം. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നാളിതുവരെയും അഴിമതിയിലേക്കൊന്നും കടക്കാൻ സാധിച്ചിട്ടില്ല. സമയം കിട്ടാത്തതുകൊണ്ടോ അതോ വളരെ ജാഗ്രതയോടുകൂടി അവർ മുന്നേറുന്നത് കൊണ്ടോ ഇതുവരെയും അഴിമതി ആരോപണങ്ങളൊന്നും ഉയർത്തപ്പെട്ടിട്ടില്ല. എന്നാൽ സണ്ണി ജോസഫിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയായി അദ്ദേഹത്തിൻ്റെ അളിയനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ച് ആ വിവാദത്തിൽ നിന്നും സണ്ണി ജോസഫും തലയൂരുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശനെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു, അഥവാ അദ്ദേഹം വെട്ടിലായേക്കാവുന്ന ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ വിഷയത്തിൻ്റെ കാതൽ. അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് ടൈമിലായി 10 വർഷം ഭരിക്കുമ്പോൾ ആദ്യത്തെ 5 വർഷം 22 കോടി രൂപ മുടക്കിയാണ് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരുന്നത്. ആ 5 വർഷം കൊണ്ട് 22 കോടി രൂപയാണ് ഖജനാവിൽ നിന്നും ചിലവഴിച്ചത്. എന്നാൽ ഇപ്പോൾ രണ്ടാം വട്ടം പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അന്നും ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ജിപ്സൺ ഏവിയേഷൻ്റെ കീഴിലുള്ള ഹെലികോപ്റ്ററാണ്. ചാലക്കുടിയിലുള്ള അവരുടെ പ്രിൻസസിലാണത് സൂക്ഷിച്ചിരിക്കുന്നത്. അതിന് 2023 ആണ് ആ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത്. ഈ ഓഗസ്റ്റിലാണ് അതിൻ്റെ വാടക കാലാവധി കഴിയുന്നത്. ഈ വിവരങ്ങളൊക്കെയും കാണിച്ചുകൊണ്ട് DGP റവാദ ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രി വി ഡി സതീശനൊരു കത്തെഴുതിയിരിക്കുന്നു. അവർ ഹെലികോപ്റ്ററിൻ്റെ കാലാവധി തീരുന്നു ഓഗസ്റ്റിൽ, നമുക്കത് പുതുക്കിയെടുക്കാൻ സാധിക്കും. കൂടുതൽ റെൻ്റ് അവർ ചോദിക്കുന്നുണ്ടെങ്കിലും 80 ലക്ഷം ആണ് അവർ നേരത്തെ വാങ്ങിയിരുന്നത്. അതിന് തന്നെ ഞാൻ പറഞ്ഞത് ഉറപ്പിക്കാം. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് വേണ്ടിയാണ് റവാദ ചന്ദ്രശേഖരൻ ഇങ്ങനൊരു കത്തെഴുതുന്നത്. ഫവാസ് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം, കേരളം പോലുള്ള കടക്കണിയിൽ മുങ്ങി നിൽക്കുന്നൊരു സംസ്ഥാനത്ത് എങ്ങനെയാണ് 5 കോടി രൂപ വീതം ഓരോ മാസവും ചിലവഴിച്ചുകൊണ്ട്, അതായത് പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാർ പൂർത്തിയാക്കുമ്പോൾ 10 വർഷം പിന്നിടുമ്പോൾ 50 കോടി രൂപയാണ് ഈ 2 ഹെലികോപ്റ്ററുകളും വാടകയ്ക്കെടുത്ത ഇനത്തിൽ കൊടുക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ എന്താണ് നടന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും 80 ലക്ഷം രൂപ വെച്ച് ഈ ഹെലികോപ്റ്ററിന് കൊടുത്തുകൊണ്ടിരിക്കണം ഓഗസ്റ്റ് വരെ. അന്ന് വരെയാണ് ഇതിൻ്റെ വാടക കരാറുള്ളത്. ആ കരാറ് പുതുക്കുന്നതിനെ കുറിച്ചിട്ടാണ് DGP മുഖ്യമന്ത്രിയായ വി ഡി സതീശന് കത്തെഴുതിയിരിക്കുന്നത്. എന്നാൽ പിണറായി വിജയൻ ഈ രണ്ടാമതും ഈ ഹെലികോപ്റ്റർ 2021 വാടകയ്ക്ക് എടുക്കുമ്പോൾ അതിൽ കാര്യമായ പറക്കലുകളൊന്നും നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. നമ്മുടെ അവയവമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ട് 3-4 തവണ ആ ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രയും വലിയ കാര്യം. അങ്ങനെയാണെങ്കിൽ പോലും അത്യാവശ്യ സന്ദർഭത്തിൽ ഉപയോഗിക്കണമെങ്കിൽ 1-2 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററുകൾ വാടകയ്ക്ക് കിട്ടും. ഈ സന്ദർഭത്തിലാണ് വർഷങ്ങൾ കണക്കാക്കി വർഷങ്ങളുടെ റെൻ്റലായിട്ട് ഒരു ഹെലികോപ്റ്റർ എടുത്ത് വാടകയ്ക്ക് എടുക്കുക, അത് അവരുടെ പ്രമിസസ് തന്നെ പാർക്ക് ചെയ്യുക, അതിൻ്റെ ചാർജ് വേറെ. ഇങ്ങനെ 50 കോടി രൂപ 2 ടൈമിലായിട്ട് പിണറായി വിജയൻ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നതിന് വേണ്ടി മാത്രം മുടക്കി എന്ന് പറയുമ്പോൾ വീണ്ടും വി ഡി സതീശനെ കൂടി ഇതിലേക്ക് കൊണ്ടുവന്ന് കുരുക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം നടക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കേരളം പോലുള്ള ഒരു ദാരിദ്ര്യം പിടിച്ച സംസ്ഥാനത്ത് എന്ത് തരത്തിലുള്ള കെടുകാര്യസ്ഥതയാണ്, ധൂർത്താണ് നടന്നിരുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഫവാസ് ഇതെങ്ങനെ നോക്കിക്കാണുന്നു? ഇതിലിപ്പം ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം, UDF സർക്കാരിന് ഇത്തരത്തിലുള്ള യാതൊരുവിധ കാര്യങ്ങൾക്കും ആവശ്യമില്ല. മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ കാര്യമായിട്ട് ഗവൺമെൻറ്റിന് അദ്ദേഹം പറഞ്ഞത് പേഴ്സണൽ, ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിനോട് താല്പര്യമില്ല എന്നുള്ള തരത്തിലാണ് ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അതേ നിലപാട് തന്നെയായിരിക്കും വി ഡി സതീശനും എടുക്കാൻ പോകുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ 41 വാഹനങ്ങളുടെ അകമ്പടി വേണ്ട എന്ന് പറഞ്ഞ സതീശൻ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്റർ വേണമെന്ന് പറയുന്നുള്ളത്. അപ്പം അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്തുകൊണ്ടാണ് പിണറായി വിജയൻ തോറ്റു എന്നുള്ളതും ജനങ്ങളുടെ അടുത്ത് നിന്ന് എന്തുകൊണ്ട് അദ്ദേഹം വിട്ടു നിന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ആർഭാടങ്ങൾ വരുമ്പോൾ പതിയെ ജനങ്ങളെ മറക്കും എന്നുള്ളത് സത്യാവസ്ഥയാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത്തരത്തിലുള്ള ആർഭാടങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ജനങ്ങളിൽ നിന്ന് വിയോജിപ്പ് അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് ഭയങ്കര വിദൂരത്താവുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ഇലക്ഷനിൽ നടന്നത്. സ്വാഭാവികമായിട്ട് അത്തരത്തിലൊരു നീക്കത്തിലൂടെ ഒരിക്കലും UDF പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ
എനിക്ക് തോന്നുന്നു 80 ലക്ഷമാണ് ഒരു മാസത്തിന്. അത് ഓടിയാലും ഇല്ലെങ്കിലും ആ സാധനം കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഓരോ കിലോമീറ്റർ, അത് കഴിഞ്ഞ് വരുന്ന ഓരോ കിലോമീറ്ററിന് നിശ്ചിത തുക വേറെയും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അത് നിശ്ചിത തുക എന്ന് പറഞ്ഞാൽ വളരെ അപകടം പിടിച്ച തുകയാണ്. അതായത് 20,000 മണിക്കൂറുകൾ ഇവർക്ക് ഇത് പറപ്പിക്കാം. ആ 20,000 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഓരോ മണിക്കൂറിനും 90,000 രൂപ വെച്ച് കൊടുക്കണം. 80 ലക്ഷം രൂപ ഒരു വാടക മാസം കൊടുക്കുന്നത് കൂടാതെ 20,000 കൂടുതൽ കിലോമീറ്ററിൽ പറന്ന് കഴിഞ്ഞാൽ ഓരോ കിലോമീറ്ററിനും ഓരോ മണിക്കൂറിനും 90,000 രൂപ വെച്ച് കൊടുക്കണം എന്ന് പറയുമ്പോൾ ആ കണക്കൊന്ന് നമുക്ക് എങ്ങനെ അത് കൂട്ടിയെടുക്കാൻ സാധിക്കും? കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിന് എന്താണ് ഇതിൻ്റെ ആവശ്യകത? ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലത്തും എത്തിച്ചേരാൻ പറ്റുന്ന റോഡ് സൗകര്യങ്ങളുണ്ട്. എന്താണ്, ന്യൂയോർക്കിനേക്കാൾ നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരിക്കൽ പറയേണ്ട. അമേരിക്കയിൽ നിന്ന് വന്നൊരു ഏതോ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ന്യൂയോർക്കിനേക്കാൾ നല്ല റോഡാണല്ലോ കേരളത്തിലെന്ന് പറഞ്ഞു. അത് മുഖ്യമന്ത്രി തന്നെ സാക്ഷ്യം ചെയ്യുമ്പോൾ ഈ 41 അകമ്പടിയോടുകൂടി കേരളത്തിലെ ന്യൂയോർക്കിനെ വെല്ലുന്ന റോഡിലൂടെ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ഏത് മുക്കിലും മൂലയിലും എത്തിച്ചേരാൻ സാധിക്കുമെന്നിരിക്കും. പിന്നെ എന്തിനാണ് ഇത്തരം ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത്യാവശ്യ സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പ്രളയക്കെടുതി പോലുള്ള എന്തെങ്കിലും അങ്ങനെ ഈ എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് എത്താനായിട്ട് ഒരുപക്ഷെ റോഡ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ 1-2 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെലികോപ്റ്ററുകൾ വാടകയ്ക്ക് കിട്ടാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ആ ഒരു സാഹചര്യം മുതലെടുക്കാതെ ഈ ഹെലികോപ്റ്റർ 80 ലക്ഷം രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതിന് ടെൻഡർ വിളിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കെടുകാര്യസ്ഥതയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ 41 അകമ്പടിയോടുകൂടിയുള്ള സഞ്ചാരം. പോകുന്ന വഴി, അതായത് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഭരിച്ചിരുന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ യാത്ര ഏത് സ്ഥലത്തേക്കാണോ ആ സ്ഥലത്തേക്കുള്ള എല്ലാ സിഗ്നലുകളും ബ്ലോക്ക് ചെയ്യും. ആ ബ്ലോക്ക് ചെയ്തിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശുപത്രി പോകാനോ സ്കൂളിൽ പോകാനോ ജോലിക്ക് പോകാനോ ഒന്നും പറ്റാത്ത വിധത്തിൽ മുഖ്യമന്ത്രി കടന്നു പോകുന്നത് വരെ അത് ബ്ലോക്ക് ചെയ്യും. ഏതൊക്കെ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലൂടെ മുഖ്യമന്ത്രി കടന്നു പോകുന്നുണ്ടോ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള എല്ലാ പോലീസുകാരും റോഡിന് ഇരുവശത്ത് വന്ന് നിന്നുകൊണ്ട് മഹാരാജാവ് എഴുന്നള്ളുമ്പോൾ സല്യൂട്ട് ചെയ്യുന്ന പോലെ പിണറായി വിജയന് സല്യൂട്ട് ചെയ്യണം. ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്നല്ലോ. ഇത്രത്തോളം വൃത്തികേടുകൾ, ജനഹിതകരമല്ലാത്ത കാര്യങ്ങൾ കാണിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മറ്റൊരു പൊള്ളത്തരം കൂടിയാണ് ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ വിവാദത്തിലൂടെ പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ റവാദ ചന്ദ്രശേഖരൻ വി.ഡി. സതീശൻ അത്തരത്തിലൊരു കത്തെഴുതുമ്പോഴാണ് ഇതിൻ്റെ ഞെട്ടിക്കുന്ന ഒരു സാക്ഷ്യം കൂടി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കിട്ടുന്നത്. നേരത്തെ ആദ്യം പിണറായി വിജയൻ സർക്കാർ ഭരിച്ചിരുന്ന 5 വർഷം 22 കോടി രൂപ അതിനു വേണ്ടി മുടക്കിയതാണെന്നുള്ളത് ആ വാർത്ത നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് തന്നെയാണ് 1-ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ തനിയാവർത്തനം തന്നെയാണ് ധൂർത്തിൻ്റെ കാര്യത്തിൽ 2-ാം പിണറായി വിജയൻ സർക്കാർ നടത്തിയിരിക്കുന്നത് എന്ന് വേണ്ട ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇതിലിപ്പം എനിക്ക് തോന്നിയിട്ടില്ല അവർക്ക് ശരിക്കും ഈ ഹെലികോപ്റ്ററിൻ്റെ ആവശ്യം ഉണ്ട് എന്നുള്ളത് പോലും. കാരണം നമ്മളിത് ഈ മൊത്തം കാൽക്കുലേഷൻ 2016 മുതൽ ഇങ്ങോട്ട് 2026 വരെയുള്ള നീണ്ട 10 വർഷത്തെ കാലയളവ് എടുത്തു കഴിഞ്ഞാൽ എത്ര ചിലവായി എന്നുള്ളത് നോക്കി തന്നെ വേണം. ഇതുകൊണ്ട് എങ്ങനെ വന്നാലും ഒരു എത്ര 20 കോടി 50 കോടി രൂപയുടെ അടുത്തായിട്ട് ചിലവായിട്ടുണ്ട്. അതായത് 22 കോടി ആദ്യത്തെ 5 വർഷത്തിലും രണ്ടാമത്തെ നോക്കൂ ഫവാസ, ഇപ്പം 80 ലക്ഷം രൂപ വെച്ചിട്ട് 5 വർഷം കണക്കിലെടുക്കുമ്പോൾ അത് എത്ര വേണ്ട 3 വർഷം കണക്കിലെടുത്തോളൂ, എത്ര രൂപയായി. അപ്പോൾ ഏതാണ്ട് ഇത്രയും പണം ഇതിനു വേണ്ടി മുടക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് കേരളം പോലുള്ളൊരു നാടിനുണ്ടായിട്ടുള്ളതെന്ന് നോക്കണ്ടേ? നമ്മൾ പണം മുടക്കുമ്പോൾ ആ പണം കൊണ്ട് കേരള ജനതയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമായിട്ടുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാവണ്ടേ? അല്ലെങ്കിൽ പിന്നെ അത്രയും പൈസ ഒറ്റ സ്ട്രെച്ചിൽ ഇറക്കിയിട്ട് സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ വാങ്ങുക, അതാണെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. അത് അവിടെയാണെങ്കിൽ പോലും ഇത്രയും നഷ്ടമില്ല. പക്ഷെ അപ്പോഴും അത് ഈ മെയിൻ്റനൻസിനും ഈ പറഞ്ഞ പോലെ അതിന് വേറെ ആളെ അതിൻ്റെ ചുമതലക്കാരനായിട്ട് ഇപ്പോൾ പൈലറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് വേണ്ടി നിയോഗിക്കേണ്ടി വരും. അപ്പോൾ അവരുടെ ശമ്പളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഈ കേരളം പോലുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി അറിയാമല്ലോ, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഹെലികോപ്റ്ററിൻ്റെ ഒരു ആവശ്യകത എന്താണെന്നുള്ളത് വളരെ ചോദ്യം തന്നെയാണ്. അപ്പോൾ ആകെ കൂടി അത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവയവമാറ്റ ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ ആവശ്യമാണ്. ഇപ്പോൾ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ എയർ ആംബുലൻസ് വലിയൊരു സ്വാധീനം അവിടെ ചെലുത്തുന്നുണ്ട്. വലിയ കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് സർക്കാർ സംവിധാനങ്ങൾ ആ 1-2 ലക്ഷം രൂപ വെച്ചാൽ നടക്കും എന്നുള്ള ഒരു സ്ഥിതി ഉള്ളപ്പോഴാണ് ഈ 50 കോടി രൂപയുടെ അടുത്ത് ഇതിനു വേണ്ടി മുടക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഈ സമയത്താണ്
ഈ ഹെലികോപ്റ്റർ വെറുതെ എടുത്ത് വാടകയ്ക്കെടുത്ത് ചാലക്കുടിയിൽ അവിടെ കിടക്കുന്ന സമയത്താണ് ഈ ആശാവർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പൊരി വെയിലത്തും പെരുമഴയത്തും രാപ്പകൽ സമരം ചെയ്യുന്നത് എന്തിനൊരു 100 രൂപ കൂടി കിട്ടുന്നതിന് വേണ്ടി. അതൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എത്രത്തോളം ഭീകരമാണ് അവസ്ഥ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ളൊരു രാഷ്ട്രീയത്തിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നതല്ല. ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് അത് കേട്ടാൽ മനസ്സിലാകുമെന്ന് തോന്നുന്നുണ്ട്. എന്താണ് കേരളത്തിലൊരു മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച് അതിദൂരം അതിവേഗം സഞ്ചരിച്ച് നടത്താനുണ്ടായിരുന്ന അടിയന്തര സാഹചര്യം എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഇതിപ്പോൾ എനിക്ക് തോന്നുന്നതിൽ മറ്റൊരു പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നീ പറഞ്ഞ പോലെ ഈ ഹെലികോപ്റ്റർ കൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി യാത്ര നടത്തുന്നതിനോട് എനിക്ക് വലിയ കാരണം പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതിയോ എന്നല്ല മുഖ്യമന്ത്രി. വെറും 38,863 ചതുരശ്ര കിലോമീറ്റർ വിശാലമായ ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം. 14 ജില്ലകൾ ഉൾക്കൊള്ളുന്ന 140 മണ്ഡലം. ഇപ്പം എന്താ പറയുക, അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം യാത്ര മാക്സിമം 7 മണിക്കൂർ 8 മണിക്കൂർ എടുക്കുള്ളൂ. അതിപ്പം മുഖ്യമന്ത്രി പോവുകയാണെന്നുണ്ടെങ്കിൽ റോഡ് മൊത്തം ബ്ലോക്ക് ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 6 മണിക്കൂർ 6.5 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ നമുക്ക് എന്തായാലും പറ്റും മുഖ്യമന്ത്രിക്കൊക്കെ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ മുഖ്യമന്ത്രിക്ക് സ്ഥാനം ആവശ്യമില്ല, പിന്നെ അത് ആർക്കാണ് ആവശ്യം? പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ എന്തെങ്കിലും രോഗികൾക്ക് മാറ്റൽ ശസ്ത്രക്രിയ അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ഇത് ഉപകാരപ്പെടും. അപ്പോൾ ആ വശത്ത് ആലോചിക്കുമ്പോൾ ഇത് നല്ലതാണ്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതേവശം തന്നെ കേരളത്തിൻ്റെ ജോഗ്രഫി നോക്കുമ്പോൾ ഈ സാധനം വേണമെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെ ഞാൻ. കാരണം 2018 പ്രളയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതേപോലെ അപ്ലിഫ്റ്റ്മെൻറ്റിനൊക്കെ പല ഭാഗത്തും പല ഇന്ത്യയിൽ നമുക്ക് റിമോട്ട് പോയി കഴിഞ്ഞാൽ പല സ്ഥലത്തും വണ്ടികൾ പോകാൻ പറ്റാത്ത, ബസ്സുകൾ പോകാൻ പറ്റാത്ത, ഈവൻ സൈക്കിൾ പോലും പോകാൻ പറ്റാത്ത പല പ്രദേശങ്ങളും കേരളത്തിൽ. കാരണം ജോഗ്രഫിക്കലി നമ്മൾ അങ്ങനത്തെ ഒരുപാട് ഹില്ലി ഏരിയ നമുക്കുണ്ട്. മൂന്നാറിലായാലും വയനാടായാലും അട്ടപ്പാടിയുടെ പല ഭാഗത്തായാലും എത്തിച്ചേരാൻ പറ്റില്ല നമുക്ക് വാഹനങ്ങൾ കൊണ്ടോ യാതൊരു തരത്തിലും എത്തിച്ചേരാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇത്തരത്തിൽ പ്രളയങ്ങൾ ഉണ്ടാകുമ്പോൾ ആൾക്കാരെ അവിടുന്ന് അപ്ലിഫ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ അപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കീഴിൽ ഇത്തരത്തിലൊരു സാധനം കൊണ്ടുവരികയാണെങ്കിൽ അതിന് പൂർണ്ണമായിട്ടും അംഗീകരിക്കണം എന്നുള്ള കാഴ്ചപ്പാടുകാരൻ തന്നെയാണ് ഞാൻ. അത് അത്യാവശ്യ സർവീസാണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് തന്നെയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ അങ്ങനെ വെക്കുകയാണെങ്കിൽ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഒരു ഹെലികോപ്റ്റർ എന്തുകൊണ്ടും നല്ലതാണ്. കാരണം കേരളത്തിൻ്റെ ജോഗ്രഫി അങ്ങനെയാണ് കിടക്കുന്നത്. ഭയങ്കര സെൻസിറ്റീവായി നിൽക്കുന്ന, എക്കോളജിക്കലി ഭയങ്കര സെൻസിറ്റീവായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. അപ്പം നമ്മൾ 2018 ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അന്ന് ഈ പറഞ്ഞ ഇന്ത്യൻ നേവി ഇവരൊക്കെ വന്നായിരുന്നു. അന്ന് ഈ അപ്ലിഫ്റ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വയനാടിന്റെ വിഷയത്തിന് ശേഷം അവർ വാടക തിരിച്ചു ചോദിച്ച സമ്പ്രദായം നമ്മൾ കണ്ടതായിരുന്നു. അപ്പം ഇത്തരത്തിൽ അത് നോക്കുമ്പോൾ എനിക്കത് അത്തരത്തിൽ ഫവാസ് പറഞ്ഞ ഈ ഒരു വിഷയം ഇപ്പം നമ്മളുടെ അത്യാവശ്യ സർവീസുമായി ബന്ധപ്പെട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് നമുക്ക് സ്വന്തമായൊരു സംവിധാനം എന്ന രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ ഈ 41കാരൻ്റെ അകമ്പടിയോടുകൂടി കേരളം മുഴുവൻ സഞ്ചരിച്ച് ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കി മുഖ്യമന്ത്രി യാത്ര നടത്തുമ്പോഴും ഒരു വ്യക്തി എന്ന രീതിയിൽ ഈ മുഖ്യമന്ത്രി എല്ലാ യാത്രയും ഹെലികോപ്റ്ററിൽ നടത്തിയിരുന്നെങ്കിൽ കേരളത്തിലെ തെരുവുകളിലൂടെ മനുഷ്യന് സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയതിനെ എന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അനുകൂലിക്കാം. പക്ഷേ ഇതിനുള്ള പണം ആണ് വിഷയം. കേരളത്തിൽ നമുക്ക് എവിടെയാണ് വരുമാന മാർഗം? ഈ 50 കോടി രൂപയൊക്കെ ഇതിനു വേണ്ടി മുടക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതെങ്കിലും നല്ലൊരു പദ്ധതി എടുത്ത് അവിടെ അത് വിജയിപ്പിക്കാൻ പറ്റുമായിരുന്നു. തീർച്ചയായും 50 കോടി എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാര തുകയല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഫവാസ് പറഞ്ഞതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം ദുരന്തമുഖത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് ഹെലികോപ്റ്ററിൽ ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ പ്രളയം വന്നപ്പോഴൊക്കെ അത് നമ്മൾ കണ്ടറിഞ്ഞത് തന്നെയാണ്. തീർച്ചയായും അന്ന് നേവിയുടേത് ഉൾപ്പെടെയുള്ള ഒരുപാട് ഹെലികോപ്റ്ററുകൾ പല ഇടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് നമ്മൾ കണ്ടു. അത്തരം സാഹചര്യങ്ങൾക്ക് ഇനിയും ഉണ്ടാവാൻ പാടില്ലായില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു സംവിധാനം ദുരന്ത നിവാരണ സേനയ്ക്ക് അത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരാളുടെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട്, അതായത് വർഷത്തിൽ 2-3 പ്രാവശ്യം ചിലപ്പോൾ യാത്ര ചെയ്താലായി, അങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടി മാത്രം മാസം 80 ലക്ഷം രൂപ മുടക്കി ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിടുന്നത് നമുക്കൊരു കാരണവശാലും നമുക്കത് ദഹിക്കുന്നില്ല, അനുകൂലിക്കാൻ സാധിക്കുന്നില്ല. പിണറായി വിജയൻ എന്ന ധൂർത്തനായ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ മറ്റൊരു ക്രൂരമായ മുഖം, അല്ലെങ്കിൽ കേരളത്തിൽ പട്ടിണി എടുക്കുന്ന ജനങ്ങളെ പല്ലിളിച്ച് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആഡംബര യാത്രയ്ക്ക് വേണ്ടി ഇത്തരം പണം മുടക്കി ഇങ്ങനെയൊരു ഹെലികോപ്റ്റർ അവിടെ വാടകയ്ക്ക് എടുത്തിട്ടിരുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.